നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ടീമുകളൊക്കെ ഇനി ജിദ്ദയിൽ വെച്ചിട്ടാണ് ഏറ്റുമുട്ടേണ്ടത്. അൽ നസറിൻ്റെ എതിരാളികളായിട്ട് വന്നിരിക്കുന്നത് ഒരു ജാപ്പാനീസ് ക്ലബ്ബാണ്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് നോക്കിയാണ് ആരോടൊക്കെയാണ് ഏറ്റുമുട്ടേണ്ടത് എന്ന്. അൽ ഹിലാലിന്, സൗദി ക്ലബ്ബായിട്ടുള്ള അൽ ഹിലാലിന് എതിരാളികളായിട്ട് വന്നിരിക്കുന്നത് ഗോങ്ജു FC ആണ്. അതായത് കൊറിയൻ ക്ലബിനെതിരെയാണ് അൽ ഹിലാലിന് ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കേണ്ടത്. മറ്റൊരു സൗദി ക്ലബ്ബായിട്ടുള്ള അൽ അഹ്ലി സൗദി FCക്ക് എതിരാളികളായിട്ട് വരുന്നത് ബുറിറം യുണൈറ്റഡ് ആണ്. തായ്ലൻഡ് ക്ലബ്ബായിട്ടുള്ള ബുറിറം യുണൈറ്റഡുമായിട്ടാണ് അവർക്ക് കളിക്കാനുള്ളത്. അൽ നസറിൻ്റെ എതിരാളികൾ യോക്കോഹാമ മറൈനേഴ്സ് ആണ്. ജാപ്പാനീസ് ക്ലബ്ബ്, കരുത്തുറ്റ ടീമാണ്. അവർക്കെതിരെയാണ് അൽ നസറിന് കളിക്കാനുള്ളത്. അതേസമയം മറ്റൊരു ജാപ്പാനീസ് ക്ലബ്ബായ കവാസാക്കി ഫ്രണ്ടോലയ്ക്കെതിരെയാണ് ഖത്തറി ക്ലബ്ബായിട്ടുള്ള അൽ സദ്ദിന് കളിക്കാനുള്ളത്. മുന്നോട്ടുള്ള പാത്ത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് യോക്കോഹാമ മറൈനേഴ്സ് വേഴ്സസ് അൽ നസർ മത്സരത്തിലെ വിജയികൾക്ക് കവാസാക്കി ഫ്രണ്ടോലെ വേഴ്സസ് അൽ സദ് മത്സരത്തിലെ വിജയികൾക്കെതിരെയാണ് സെമി ഫൈനൽ മത്സരം കളിക്കേണ്ടത്. അതേസമയം മറുഭാഗത്ത് അൽ ഹിലാൽ വേഴ്സസ് ഗോങ്ജു FC മത്സരത്തിലെ വിജയികളും അൽ അഹ്ലി സൗദി വേഴ്സസ് ബുറൈറാം യുണൈറ്റഡ് മത്സരത്തിലെ വിജയികളും തമ്മിലായിരിക്കും സെമി ഫൈനലിൽ ഏറ്റുമുട്ടുക. ഇനിയിപ്പോൾ അൽ നസർ ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ അൽ ഹിലാലോ അൽ അഹ്ലിയോ ഒക്കെ എതിരാളികളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. ഏതായാലും നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. CR7 സംഘത്തിനും ഇത്തവണ ഇനി പ്രതീക്ഷ വെക്കാവുന്ന ഒരു കപ്പ് എന്ന് പറയുന്നത് AFC ചാമ്പ്യൻസ് ലീഗാണ്. അത് നേടാൻ കഴിഞ്ഞാൽ വലിയ നേട്ടവുമായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.